ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു വിഭവമായിട്ടാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. എന്താണെന്നല്ലേ, ഓംലേറ്റ്. സാധാരണ ഓംലേറ്റ് അല്ല കേട്ടോ, സ്പാനിഷ് ഓംലേറ്റ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുട്ട എടുത്തിട്ടുണ്ട്, ക്യാബേജ്, ഉരുളക്കിഴങ്ങ് ചോപ്പ് ചെയ്ത് വെച്ചത്, സവാള അരിഞ്ഞത്, കുരുമുളക് പൊടി. ഇത്രയുമാണ് നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത്. ഇതിൻ്റെ ഒപ്പം ഇനി ഓയിലും കുറച്ച് ഉപ്പും കൂടെ നമുക്ക് വേണം. അപ്പോൾ ഞാനൊരു പാനിൽ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു മീഡിയം ലെവലിലുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട് സെപ്പറേറ്റ് വെള്ളത്തിൽ വേവിച്ചിട്ട് ഇടുവാണെങ്കിലും എളുപ്പമാണ്. അപ്പോൾ ഇത്രയും പോലും ടൈം വേണ്ട. അല്ല, ഇതിപ്പോൾ ഞാൻ വേവിച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തൊലി ചീകി കളഞ്ഞ് അത് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. ഒരു മീഡിയം സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഞാനൊരു ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റോളം മൂടി വെച്ച് വേവിച്ചാൽ മതിയാകും. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ മൂടിയൊക്കെ മാറ്റി നോക്കുമ്പോൾ കറക്റ്റായിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും സവാളയും ക്യാബേജും നന്നായിട്ട് വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ചട്ടിയിൽ തന്നെ ഇട്ടാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും, അതുകൊണ്ടിട്ടാണ് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓംലേറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മുട്ട പൊട്ടിച്ചിട്ടാണ് 3 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ മുട്ട ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് കൂട്ടാം. എരിവ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് കുറക്കുകയും ചെയ്യാം. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു നുള്ളു ഉപ്പാണ്. ഒരു 1/4 ടീസ്പൂണുള്ളൂ. ഓൾറെഡി നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം ഇട്ടിട്ടാണ് നമ്മുടെ ആ മിക്സ്ചറൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും. ഉപ്പ് പാകത്തിന് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് പച്ചമുളകാണ്. ഇത് എനിക്ക് എരിവ് ഇഷ്ടമായതുകൊണ്ടിട്ടാണ് ഞാൻ പച്ചമുളക് ചേർത്തത്. നിങ്ങൾക്ക് മല്ലിയിലയോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഗ്രീനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് പച്ചമുളകോ മല്ലിയിലയോ എന്തെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. നിങ്ങളുടെ ചോയ്സാണ്. നന്നായിട്ടത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങും സവാളയും ക്യാബേജും വേവിച്ച് വെച്ചിരിക്കുന്നത് മിക്സ് ചെയ്യുകയാണ്. ഇതാണ് നമ്മളുടെ ഇതിൻ്റെ മെയിൻ കൂട്ടെന്ന് പറയുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉപ്പും എല്ലാം ആ ഒരു ഫ്ലേവറും എല്ലാം നന്നായിട്ട് ആ മുട്ടയിലേക്ക് മിക്സ് ആകും. അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റിൻ്റെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ഓംലേറ്റ് പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ചട്ടിയുടെ എല്ലാ വശത്തേക്കും നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇത് ഇത്തിരി ഇത്തിരി വലിപ്പം കൂടുതലുള്ളത് കൊണ്ടിട്ട് എല്ലായിടത്തും എണ്ണ എത്തിയില്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ആ മിക്സ്ചർ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ആദ്യം ഒരു പകുതിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പിലേക്ക് സ്പൂൺ കൊണ്ട് തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ചീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകുതി ഒഴിച്ചതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് പകുതി ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതൊരു കുറച്ചും കൂടി ഒരു തിക്നെസ് കിട്ടും. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും അത് കുറച്ചും കൂടെ. അപ്പോൾ നമുക്ക് ചീസ് അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് സാധാരണ ഓംലേറ്റ് പോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ അടുത്ത് ചീസ് ഇരിപ്പില്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ നോർമലി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് 3-4 മിനിറ്റോളം മതിയാവും. മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് മറിച്ചിടാൻ പോവാണ്. ഇത് മറിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ചട്ടുകം വെച്ചിട്ട് മറിക്കാൻ പറ്റില്ല, അത് പൊട്ടിപ്പോകും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്ലേറ്റ്, ഒരു ചില്ലിൻ്റെ പ്ലേറ്റാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് ഇതിനെ മറിച്ച് വെച്ചിട്ട് ഇനി തിരിച്ച് അതുപോലെ തന്നെ ആ പ്ലേറ്റിൽ കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, അപ്പോൾ പൊട്ടാതെ കിട്ടും. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ സ്പാനിഷ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് വീട്ടിലുണ്ടാക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വിഭവവുമായി കാണുന്നത് വരെ ബൈ.